ലോകം ഇന്ന് ഏറ്റവും വലിയ ഭീതിയോടെ നോക്കി നിൽക്കുന്നത് പശ്ചിമേഷ്യയിലേക്കാണ്. ദശകങ്ങളായി തുടരുന്ന ഇറാൻ അമേരിക്ക ശത്രുത അതിന്റെ ഏറ്റവും സ്ഫോടനാത്മകമായ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. വെറും നയതന്ത്ര തർക്കങ്ങൾക്കപ്പുറം അത്യാധുനിക ആയുധങ്ങളും വിമാനവാഹിനി കപ്പലുകളും നേർക്കുനേർ നിൽക്കുന്ന ഒരു യുദ്ധക്കളമായി പേർഷ്യൻ കടലിടുക്കും പരിസര പ്രദേശങ്ങളും മാറിയിരിക്കുന്നു. അടുത്ത കാലത്തുണ്ടായ ഏറ്റവും പ്രകോപനപരമായ സംഭവം ഇറാന്റെ അത്യാധുനിക ഡ്രോണായ ഷാഹിദ് 139 അമേരിക്ക വെടിവെച്ചിട്ടതാണ്. ഫെബ്രുവരി 3 നടന്ന ഈ സംഭവം പശ്ചിമേഷ്യയിലെ സൈനിക സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ചു. അമേരിക്കയുടെ ഏറ്റവും കരുത്തുറ്റ 5ാം തലമുറ യുദ്ധവിമാനമായ F-35C ഉപയോഗിച്ചാണ് ഈ ഡ്രോൺ തകർത്തതെന്നതും ശ്രദ്ധേയമാണ്. USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലിന് നേരെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് കുതിച്ചെത്തിയപ്പോഴാണ് ഡ്രോൺ തകർക്കാൻ ഉത്തരവിട്ടതെന്ന് US സെൻട്രൽ കമാൻഡും വ്യക്തമാക്കുന്നു. ഇത് കേവലം ഒരു ഡ്രോൺ വേട്ടയല്ല, മറിച്ച് അമേരിക്കയുടെ പ്രതിരോധ വലയം ഭേദിക്കാനുള്ള ഇറാന്റെ ശ്രമവും അതിന് അമേരിക്ക നൽകിയ കടുത്ത മറുപടിയുമായിരുന്നു. ലോകത്തെ എണ്ണക്കടത്തിന്റെ സിരയായ ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ സംഭവിക്കുന്നത് അതീവ ഗുരുതരമായ കാര്യങ്ങളാണ്. ഡ്രോൺ വെടിവെച്ചിട്ടതിന് പിന്നാലെ പ്രതികാരം എന്നോണം ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് അമേരിക്കൻ ചരക്ക് കപ്പലായ MV സ്റ്റെന ഇംപറേറ്റീവ് വളയാൻ ശ്രമിച്ചു. അതിവേഗ ബോട്ടുകളിൽ എത്തിയ ഇറാൻ സൈന്യം കപ്പൽ പിടിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും US യുദ്ധക്കപ്പലായ USS മക്ഫോൾ ഇടപെട്ടതോടെയാണ് വലിയൊരു ഏറ്റുമുട്ടൽ ഒഴിവായത്. ഈ സംഭവം കാണിക്കുന്നത് കടലിലെ ഏത് ചെറിയ നീക്കവും ഒരു പൂർണ്ണ രൂപത്തിലേക്കുള്ള യുദ്ധത്തിലേക്ക് നയിക്കാമെന്നാണ്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലെ പരന്ത് എന്ന സ്ഥലത്തുണ്ടായ തീപിടുത്തം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി. നിരവധി സൈനിക തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നിടത്താണ് തീപിടുത്തമുണ്ടായത്. ആകാശത്തേക്ക് കനത്ത പുക ഉയരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നെങ്കിലും ഇത് വെറും പുൽപ്പടർപ്പിന് തീപിടിച്ചതാണെന്നാണ് ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചതും. എന്നാൽ ഇതിന് പിന്നാലെ ഇറാൻ തീരങ്ങളിൽ സൈനിക നീക്കങ്ങൾ സജീവമാണെന്ന് തെളിയിക്കുന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തു വന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്നു. സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള അട്ടിമറി നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്ന സംശയം ഇതോടെ ശക്തമായി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശനമായ മുന്നറിയിപ്പിന് പിന്നാലെ അമേരിക്ക തങ്ങളുടെ സൈനിക ശക്തി പശ്ചിമേഷ്യയിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. 50ഓളം F-35, F-22, F-50 പോർ വിമാനങ്ങളാണ് ഇറാൻ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുള്ളത്. C-70 വിമാനങ്ങൾ വഴി വൻതോതിൽ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അത്യാധുനിക സൈനിക ഉപകരണങ്ങളും മേഖലയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. USS എബ്രഹാം ലിങ്കൺ കൂടാതെ USS ഡെൽബർട്ട് ഡി ബ്ലാക്ക് എന്ന ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഈജിപ്തിലെ സിയൂസ് കനാൽ കടന്ന് ചെങ്കടലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. മനോഹരമായ ഒരു നാവിക വ്യൂഹം ഇറാന് നേരെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന ട്രംപിന്റെ വാക്കുകൾ വെറും ഒരു ഭീഷണിയല്ലെന്ന് ഈ സൈനിക വിന്യാസം വ്യക്തമാക്കുന്നു. ഈ സംഘർഷത്തിൽ ഇസ്രയേലിന്റെ പങ്ക് വളരെ വലുതാണ്. 2025 ജൂണിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിലെ ഹോളോണിൽ 32 പേർ കൊല്ലപ്പെട്ടത് ഇസ്രയേലിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇറാന്റെ ആണവ മിസൈൽ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി വലിയൊരു ആക്രമണത്തിന് പദ്ധതി ഒരുക്കുന്നതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഭരണമാറ്റം ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണം ആഴ്ചകളോളം നീണ്ടു നിൽക്കാമെന്ന് മുൻ IDF ഇന്റലിജൻസ് മേധാവി ആമോസ് യത്ലിൻ സൂചന നൽകുന്നു. 90% യുദ്ധം ഉറപ്പാണെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ ഇറാൻ ഒട്ടും പിന്നോട്ടില്ല. തങ്ങളുടെ കടൽ അതിർത്തിയിൽ പ്രവേശിക്കുന്ന ഏത് വിദേശ കപ്പലിനെയും മുക്കിക്കളയുമെന്നാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സൈനിക അഭ്യാസം നടത്തി. ഒമാൻ കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കൻ ഭാഗങ്ങളിലും റഷ്യയുമായി ചേർന്ന് സംയുക്ത നാവിക അഭ്യാസം പ്രഖ്യാപിച്ചു. അമേരിക്കയുടെ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ റഷ്യയെ പോലൊരു വൻ ശക്തിയെ കൂട്ടുപിടിക്കുന്നത് സംഘർഷത്തിന്റെ ആഗോളമാനം വർദ്ധിപ്പിക്കുന്നു. ഇറാൻ US യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെ തകർക്കും. ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയാൽ ആഗോള വിപണിയിലേക്കുള്ള എണ്ണ വിതരണം തടസ്സപ്പെടും. ഇത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുതിച്ചുയരാനും കാരണമാകും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഊർജ്ജ സുരക്ഷയെ ഇത് ദോഷകരമായി ബാധിക്കും. കൂടാതെ ചരക്ക് നീക്കം തടസ്സപ്പെടുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിനും ഇടയാക്കും. ജനീവയിൽ ആണവ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് ആശങ്കയുണ്ടാക്കുന്നു. അമേരിക്ക ഉപരോധങ്ങൾ നീക്കാതെ ചർച്ചയ്ക്കില്ലെന്നാണ് ഇറാന്റെ നിലപാട്. എന്നാൽ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നും മിസൈൽ പരീക്ഷണങ്ങൾ നിർത്തണമെന്നുമാണ് അമേരിക്കയുടെ ആവശ്യം. ഈ ചർച്ചകൾ പരാജയപ്പെട്ടാൽ ഒരു പൂർണ്ണ യുദ്ധം അനിവാര്യമായി മാറും. ഇറാൻ US സംഘർഷം ഇപ്പോൾ കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, ഇത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. സാറ്റലൈറ്റ് ദൃശ്യങ്ങളും സൈനിക വിന്യാസങ്ങളും നൽകുന്ന സൂചനകൾ ഭയാനകമാണ്. ട്രംപിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് പോലെ ആഴ്ചകൾ നീളുന്ന ശക്തമായ സൈനിക നടപടി ഉണ്ടായാൽ അത് പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറ്റിവരച്ചേക്കാം. അന്താരാഷ്ട്ര സമൂഹം സമാധാനപരമായ ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ ലോകം മറ്റൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും.